നമസ്കാരം. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഇര കൂടി. നീ ആണുങ്ങളെ ഇര എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ബസ്സിൽ അവരെ ഒരു മനുഷ്യൻ മുട്ടിയെന്നും തട്ടിയെന്നും ഒക്കെ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഏകദേശം 2 മില്യണിലധികം ആൾക്കാരാണ് കണ്ടത്. പക്ഷേങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു വിഷമം ചിലപ്പം അതിനു മുമ്പുണ്ടായ വീഡിയോ 5 മില്യണിലധികം ആൾക്കാർ കണ്ടിരുന്നു. അത്രയും ആയില്ല എന്നൊരു വിഷമം ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അതിന് പുള്ളിക്കാരി രണ്ടാമതൊരു വീഡിയോയും കൂടെ ചെയ്തായിരുന്നു. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ആ മനുഷ്യൻ ഇപ്പൊ ആത്മഹത്യ ചെയ്തു. കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. എന്നാലും അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയ്ക്കും ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് നമുക്ക് നാളെ എന്തെങ്കിലും തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അത്രമേൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാവണം അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത്. 41 വയസ്സുള്ള ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ ഷിംജിത മുസ്തഫയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോയും കൂടെ ചെയ്യണം. അവൻ ചത്തു എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് അവൾ ചെയ്യേണ്ട കാര്യവും. കാരണം അവർ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ളവരും ഇതിന് ഉത്തരവാദികളാണ്, ഈ ആത്മഹത്യക്ക് ഉത്തരവാദികളാണ്. മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് അവർ അത് സ്വീകരിക്കത്തില്ല, കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അവൻ മുട്ടിയിട്ടല്ലേ എന്നൊക്കെയാണ് പോലീസ് ചോദിച്ചത് പോലും. എല്ലാവരും ഒന്നും അങ്ങനെ ചോദിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു ആത്മഹത്യ നടന്ന് കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് ന്യായങ്ങൾ കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മകനോട്, അകത്തിരിക്കുന്ന അവന് പഠിക്കുന്നുണ്ട്, അവനോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, പെൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാനോ അവരുടെ അടുത്തോട്ടെങ്ങും പോകുകയോ അല്ലെങ്കിൽ അവരെങ്ങാനും അടുത്തോട്ട് വന്നാൽ ഓടി രക്ഷപ്പെട്ടോണമെന്ന്. അല്ലാതെ നമ്മൾ നമ്മുടെ ആൺകുട്ടികളോട് ഇപ്പോൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? പണ്ടൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മുടെ അമ്മമാരാണ് നമ്മളോട് പറയുന്നത്, ആൺപിള്ളേർ തൊടാനെ പിടിക്കാനോ വല്ലതും വന്നാലും ഓടി മാറിക്കണം എന്നൊക്കെ നമ്മളോട് പറയുമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ ഇതിനേക്കാളിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പം എനിക്കൊന്ന് ബസ്സിലൊക്കെ സ്വന്തമായിട്ട് വാഹനമുള്ളതുകൊണ്ട് അത്രയ്ക്ക് ഒരു റഷൊന്നും രാവിലെയും വൈകിട്ടും ഒന്നും അല്ലാതെ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മളൊക്കെ അതിലും റഷായിട്ടുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് വന്നവരാണ്. അന്നൊന്നും മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉടൻ പ്രതികരണമായിരുന്നു. ഇപ്പം അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം നമ്മളെ പിടിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഒന്നിൽ കാരണക്കുരി ചെരുപ്പൂരി അടിച്ച കേസുകൾ വരെയുണ്ട് ഓരോ പിള്ളേരൊക്കെ. അതൊക്കെ അത്രയും പേരെ അറിയുള്ളൂ. ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ അറിയത്തക്കത്ത രീതിയിൽ ഒരു പക്ഷേ അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമാണെങ്കിൽ പോലും ഇത്രയ്ക്ക് വലിയൊരു ശിക്ഷ, ഒരു മരണശിക്ഷയൊക്കെ കൊടുക്കാനും ഉള്ള ബലാത്സംഗം ഒന്നും ചെയ്തില്ലല്ലോ ആ ബസ്സിൽ വെച്ച്. ഇത് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും നീനൊക്കെ ബലാത്സംഗം ചെയ്യാഞ്ഞിട്ടാണ് ഈ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു വരും. പക്ഷെ അങ്ങനെയല്ല. പെൺകുട്ടികളുള്ള അമ്മമാരുടെ വ്യാധി പോലെ തന്നെ ആൺകുട്ടികളുടെ അമ്മമാരും ഇപ്പം ശരിക്കും വ്യാകുലത തന്നെയാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. കാരണം എല്ലാ ആൺകുട്ടികളും എല്ലാ പെൺകുട്ടികളും നല്ലതല്ല, എല്ലാവരും മോശവുമല്ല. ഇന്നലെ ഒരു പെൺകുട്ടിയെ 16 വയസ്സുകാരൻ 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് കണ്ടു കഴിഞ്ഞ് തീരും മുമ്പെയാണ് ഈ ഒരു വാർത്ത വരുന്നത്. രണ്ടുപേരും വളരെ പക്വതയുള്ള 2 ആൾക്കാരാണ്. ഈ പക്വതയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലെ ബാലിശമായ 2 പ്രവൃത്തികൾ. ആത്മഹത്യ ചെയ്തതും തീർത്തും ബാലിശമായ കാര്യമാണ്. ഇവർ ചെയ്തതും ബാലിശമായ ആൾക്കാർ. അവർക്കൊണ്ട് കേസ്, അവരൊരു ജനപ്രതിനിധി ആയിരുന്നു, അവർക്കൊണ്ട് കേസ് കൊടുക്കാമായിരുന്നു. അയാളെ പേഴ്സണലായിട്ട് വിളിച്ച് അയാളുടെ ന്യായം കേൾക്കണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഉടനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലോകമെമ്പാടും ഒരാൾ എത്രക്കാരനാണെന്നോ അയാളെക്കുറിച്ച് ഒന്നും അവർക്കറിയില്ല, അയാളുടെ ജീവിതം എന്താണെന്നോ അത് ഏത് സാഹചര്യത്തിലാണ് അയാൾ ജീവിക്കുന്നതെന്നോ ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പറ്റും എന്നുള്ള ഇനിയെങ്കിലും ഒരു മുന്നറിയിപ്പ് ആയിട്ട് ഇനിയെങ്കിലും പെൺകുട്ടികൾ, ഈ ഫോണും കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം സംഭവിക്കാൻ പോകുന്ന കേസ് വന്നു എന്ന് കൂട്ടിക്കോ. ഈ ബസ്സിലുണ്ടായിരുന്ന വേറെ പെൺകുട്ടികളെ ഈ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നു. ഈ ബസ്സിലുള്ള ആരെങ്കിലും, ഈ കൂട്ടത്തിലേക്ക് ആരെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇവൾ വിചാരിക്കുന്നുണ്ടോ? ഇവളല്ലാതെ. ഈ വീഡിയോയ്ക്ക് അത് വേറൊരു പെൺകുട്ടിയുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവൾ ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവളാണ് ഇതിനകത്ത് സാക്ഷി, അവളാണ് ഇതിനകത്ത് സാക്ഷി പറയേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. സത്യത്തിൽ അവൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയും കൂടെ അവൾ ചെയ്യണം. അവൻ ചത്തു എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ചാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായിട്ട് ഒരു വീഡിയോയും കൂടെ അവൾ ചെയ്യണം. അതാണ് വേണ്ടത്.
കാരണം ആ ക്രിയേറ്ററിൻ്റെ ആ ക്രിയേഷൻ അങ്ങോട്ട് ബാക്കിയോടെ പുറത്ത് വരത്തക്ക രീതിയിൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കട്ടെ. ശരിയല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ ഈ ഒരു ലോകത്തുണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാവുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഈ ആൺകുട്ടികളുള്ള അമ്മമാർക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാരെക്കാളും ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നോ? നിങ്ങളത് കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? അല്ലെങ്കിൽ ഫോളോ ഒന്നും ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ഒരു പെട്ടെന്ന് വന്നു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ വല്ലാതെ ഒരു ടെൻഷനായിപ്പോയി. കാരണം എനിക്ക് 2 ആൺപിള്ളേരാണ്. ഇവന്മാരെ എങ്ങനെ ഞാൻ പുറത്തോട്ട് വിടും? എങ്ങനെയാണ് രാവിലെ ബസ്സിൽ കോളേജിൽ വിടുന്നതെന്നൊക്കെ ആകെപ്പാടെ എനിക്കങ്ങ് ടെൻഷനായിപ്പോയി. സത്യം പറയാമല്ലോ. എനിക്കങ്ങ് ഓർത്തിട്ട് ഇപ്പോഴും അങ്ങ് നെഞ്ചിനകത്ത് വേദന എടുക്കുക. എങ്ങനെ ഈ പിള്ളേരെ നമ്മൾ പറഞ്ഞു വിടും ഇങ്ങനെയൊക്കെ? മിക്സഡ് കോളേജുകൾ, അതും എല്ലാ കോളേജും മിക്സഡ് കോളേജിൽ ആക്കുകയും ചെയ്തു. അല്ലെ സ്കൂളുകളൊക്കെ ആക്കി. സത്യം പറഞ്ഞാൽ വളരെ ഒരു ടെൻഷൻ പിടിച്ച കാലത്തൂടെയാണ് സത്യം പറഞ്ഞാൽ ആൺകുട്ടികളുള്ള അമ്മമാർ ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളിത് അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. സപ്പോർട്ട് ചെയ്യുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.